മുഖവിലക്ക് എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. ഓക്കെ, മീറ്റിംഗ് ഉണ്ട്, അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് 11 മണിക്ക്. ആ ഒരു ദിവസത്തിന് ഇന്നത്തെ വൈകുന്നേരത്തിന് ശേഷം തീരുമാനം പറയുന്നതാണ്. അതായത് UDF-ന്റെ യോഗം 7 മണിക്കാണല്ലോ. അപ്പൊ അതിനുശേഷം ഒരു ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൊണ്ട് കൂടട്ടെ. പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്, മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, നമ്മളിപ്പോൾ PV അൻവറിന്റെ വാക്കുകളാണ് കേട്ടത്. അവിടെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി അൻവർ എത്തിയിരുന്നു. പക്ഷെ അൻവർ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ താൻ നിലപാടും അഭിപ്രായവും ഒന്നും ഈ വിഷയത്തിൽ പറയുന്നില്ല. ഇപ്പോൾ യോഗം ചേരാൻ പോവുകയാണ്, തൃണമൂൽ യോഗമുണ്ട്. അതിനുശേഷം കമ്മിറ്റി കൂടിയതിനു ശേഷം 11 മണിയോടുകൂടി നിലപാട് പറയാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് നേരത്തെ രാവിലെ തന്നെ അറിയിച്ചത് കാരണം മാധ്യമങ്ങളെല്ലാം അവിടെ വാർത്താ സമ്മേളനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ തനിക്ക് പറയാൻ കഴിയില്ല, 11 മണിയോടുകൂടി നിലപാട് അറിയിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പറയുവാൻ വേണ്ടിയാണോ അൻവർ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്, അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെയുള്ള VD സതീശന് എതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ പോലുള്ള വിമർശനങ്ങളൊക്കെ തുടരാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് അൻവർ പറയുന്നു, എന്തുകൊണ്ട്? ആര്യ, മുസ്ലിം ലീഗ് നേതാക്കൾ, UDF-ലെ പല നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പലരും തന്നെ ഇന്ന് വിളിച്ച് ഇന്ന് പകൽ കൂടി ഒന്ന് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ കൂടി നിലപാട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനോടകം മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം UDF യോഗത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തിന് ശേഷമാകും ഇനി നിലപാട് പ്രഖ്യാപിക്കുക. അതിന് മുൻപ് തീരുമാനിച്ചിരുന്ന സംസ്ഥാന സമിതി യോഗങ്ങളും മറ്റ് യോഗങ്ങളും ഒക്കെ അതുപോലെ തന്നെ നടക്കും. പക്ഷേ തീരുമാനം പറയുക ഇന്ന് വൈകുന്നേരം UDF-ന്റെ നിലപാട്, UDF അവരുടെ പ്രശ്നപരിഹാര ഫോർമുല അല്ലെങ്കിൽ എന്താണോ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം അത് പങ്കുവച്ചതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പകൽ കൂടി നിലമ്പൂരിലെ അൻവറിന്റെ സസ്പെൻസ് തുടരും. UDF മുന്നോട്ട് വെച്ച മാന്യമായ പരിഹാരം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ നിലപാട് ഇനി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇന്ന് ഒരു പകൽ കൂടി PV അൻവറിന്റെ സസ്പെൻസ് തുടരുമെന്ന്, അതായത് UDF വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. തീർച്ചയായും പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നു, അതിനോട് അനുകൂലമായിട്ട് തന്നെ പ്രതികരിക്കുന്നു എന്നാണ് രാവിലെ അദ്ദേഹം ഈ നടത്തിയ 2 മിനിറ്റ് മാത്രം നീണ്ട ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതായത് UDF നേതാക്കൾ തന്നോട് അഭ്യർത്ഥിച്ചതിനെ താൻ സ്വീകരിക്കുന്നു, മുസ്ലിം ലീഗിന്റെ ഇടപെടൽ താൻ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സാമൂഹ്യ മേഖലയിലെ പലരും താനുമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ മുന്നോട്ട് വെച്ച ഈ ഒരു കാര്യം ഇന്ന് പകൽ കൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ്. അതായത് ഇന്ന് പകൽ കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് UDF-ന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻവർ നിശ്ചയിച്ച വാർത്താ സമ്മേളനം അല്ലെങ്കിൽ നിലപാട് പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് UDF-ന്റെ നിലപാട്, പ്രശ്നപരിഹാരത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന മാന്യമായ പരിഹാരം എന്താണെന്ന് അറിയട്ടെ. എന്തായാലും മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് PV അൻവർ വ്യക്തമാക്കുമ്പോൾ ഇന്ന് ചേരുന്ന യോഗത്തിലും അതിന് അനുസൃതമായ തീരുമാനങ്ങളാകും, ആലോചനകളാകും നടക്കുക. നേരത്തെ തന്നെ UDF-ന്റെ ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കൂ എന്ന കടുത്ത നിലപാട് അൻവർ പ്രഖ്യാപിച്ചിരുന്നു. ഇനി അത്തരത്തിലൊരു പ്രഖ്യാപനം വരാതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി അൻവർ നടത്തിയ പ്രസ്താവനകൾ, അതിനെ ചൊല്ലിയുണ്ടായ ചർച്ചകൾ, ഇതൊക്കെ ഇന്നലെ രാത്രിയും തുറന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പകൽ കൂടി അന്തിമ തീരുമാനമെടുക്കുന്നതിന് അൻവർ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്ത് തീരുമാനം UDF അറിയിക്കും എന്നുള്ളത് തന്നെയാണ്. മാന്യമായ പരിഹാരം പ്രതീക്ഷിക്കുന്നതെന്ന് അൻവർ പറയുമ്പോൾ അൻവറിന്റെ ഇതുവരെ ഉയർത്തിയ ആരോപണങ്ങൾ, അതിലുള്ള അൻവറിന്റെ ആക്ഷേപങ്ങൾ അതൊക്കെ മറന്ന് UDF ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാണെങ്കിലും അല്പസമയത്തിനകം അൻവർ ഇപ്പോൾ യോഗത്തിന്, നേരത്തെ നിശ്ചയിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ യോഗത്തിനായി ഇവിടെ നിന്ന് ഇറങ്ങും. യോഗത്തിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും.
പക്ഷേ അന്തിമ തീരുമാനം UDF-ന്റെ ഒരു നിലപാട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോട് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. അൻവറും UDF-ഉം ധാരണയിലേക്കോ എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷയായി നിലനിൽക്കുന്നത്. അൻവറിന്റെ വാക്കുകളിൽ നിന്ന് അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അനുമോദ്, നമുക്കറിയാം അൻവർ സ്ഥാനാർത്ഥിയായാൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും. അതുണ്ടാക്കാൻ പോകുന്നത് വലിയ ക്ഷീണം തന്നെയാണ് UDF. അപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ അത്തരത്തിൽ വിട്ടുകളിക്ക് നിൽക്കാൻ UDF-ന് സാധിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം.